രാഷ്ട്രീയ നിരീക്ഷകർക്കും സഖ്യകക്ഷികൾക്കും മാത്രമല്ല, ഒപ്പം നിന്ന ആത്മീയ നേതാക്കൾക്കും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭാവി അത്ര സുരക്ഷിതമല്ല എന്ന്. അടുത്ത തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ എന്നതിനെക്കുറിച്ച് ഒന്നും പറയാനാകില്ല എന്ന് യോഗാഗുരു ബാബ രാംദേവ് കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ BJP നേരിടുന്ന ആ വലിയ പരാജയത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ് അത്. ജനങ്ങൾ ഒരറ്റത്ത് നിന്ന് തിരസ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട് BJPയെ. അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് സർവേകളിലെല്ലാം BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കേവല ഭൂരിപക്ഷം നേടാനാകില്ല എന്നും അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞവർക്ക് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും തിരിച്ചടിയായി. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിച്ച് തീരും മുമ്പേ ജാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ വിജയം വന്നു. അങ്ങനെ ആ വാദവും മെല്ലെ അസ്ഥാനത്തായി. അസമിലാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വിജയം നേടി എന്നാഘോഷിക്കുന്നവർക്ക് കോൺഗ്രസിൻ്റെ അതിനേക്കാൾ സുന്ദരമായ തിരിച്ചുവരവ് കണ്ടില്ല എന്ന് നടിക്കാനും സാധിക്കുന്നില്ല. അതെ, രാജ്യത്തിൻ്റെ സാഹചര്യം പൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് BJPയോടൊപ്പം ചേർന്ന് നിന്ന, അല്ലെങ്കിൽ മോദിയുടെ ഒരു സ്വന്തം ആൾ എന്നുള്ള നിലയിൽ നിറഞ്ഞു നിന്ന ബാബ രാംദേവിന് പറയേണ്ടി വരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാണ് എന്ന്. മോദി പ്രധാനമന്ത്രിയാകുമോ എന്ന് പറയാൻ സാധിക്കില്ല എന്ന്. അത്രമേൽ മോശമായിട്ടുണ്ട് സാഹചര്യം. BJP അനുകൂലികൾ ഒരുപക്ഷെ എതിർത്തേക്കാം, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞേക്കാം. പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ല വേണ്ടത്. ആ യാഥാർത്ഥ്യം ഭീതിതം തന്നെയാണ്. ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് തിരികെ എത്താം എന്ന് കരുതുന്ന BJPക്ക് കാര്യങ്ങൾ ഒട്ടുമേ എളുപ്പമല്ല. ശിവസേന ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. നിങ്ങളുടെ മറ്റൊരു പ്രമുഖ ഘടകകക്ഷിയായ JDUവുമായി സീറ്റു ധാരണയുണ്ടായെങ്കിലും രാമക്ഷേത്രം എന്ന അജണ്ടയുമായിട്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ ഞങ്ങൾ അതിനൊപ്പമില്ല എന്നവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വികസനം മാത്രമാണ് ഞങ്ങളുടെ മുദ്രാവാക്യമെന്ന്. അങ്ങനെ വികസന മുദ്രാവാക്യം BJPക്ക് എവിടെയാണ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക? ആ വികസന മുദ്രാവാക്യം മുന്നോട്ട് വച്ചയിടത്താണ് നിങ്ങളെ ജനങ്ങൾ തൂത്തെറിഞ്ഞത്. വികസനം എന്നത് വാഗ്ദാന തള്ളലുകൾ മാത്രമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വ ഇന്ത്യയല്ല താൻ ആഗ്രഹിക്കുന്നത്, ഒരു ആത്മീയ ഇന്ത്യയാണ്, ഒരു സ്പിരിച്വൽ ഇന്ത്യയാണ് എന്ന് ഒടുവിൽ ബാബ രാംദേവ് പറഞ്ഞു വയ്ക്കുമ്പോൾ, നിങ്ങളോടൊപ്പം നിന്നവരൊക്കെ മെല്ലെ മെല്ലെ കൈയൊഴിയുമ്പോൾ BJPക്ക് ഇത് ബാലികേറാമല തന്നെയാണ്.